അവർ പതിവ് പോലെ കോഴിക്കോട് കടലോരത്തെത്തി. ഇന്നലെകളിലെ ആനന്ദങ്ങൾ ബാക്കിയിട്ട ഇന്നത്തെ മാലിന്യങ്ങൾ ചുറ്റും. പിന്നെ തൊഴിലാളികൾ അവ പെറുക്കി മാറ്റാൻ തുടങ്ങി. അന്നേരം കുട്ടികളെത്തി. ദയാപുരം റെസിഡൻഷ്യൽ സ്കൂളിൽ നിന്ന് ദയയുടെ പൂരവുമായി. കുട്ടികൾ തൊഴിലാളികൾക്കായി കൊണ്ടുവന്നു കയ്യുറകളും മാസ്കുകളും. നാടിനെ രക്ഷിക്കുന്നവരെ കാക്കാൻ കുരുന്നുകളുടെ കൈത്താങ്ങ്. ഞങ്ങൾക്ക് ഇതുവരെ ആരും കുട്ടികളിൽ നിന്ന് പറഞ്ഞിട്ട് ആരും ഇതുവരെ ഇങ്ങനത്തെ ഗ്ലൗസ് തന്നിട്ടില്ല, മാസ്കും തന്നിട്ടില്ല. ഞങ്ങൾക്ക് 15 വർഷമായിട്ടാണ് ഞങ്ങളിവിടെ ജോലി ചെയ്തിട്ടുണ്ട്. വളരെ വളരെ സന്തോഷമുണ്ട്. നമ്മുടെ നഗരത്തിന് ഏറ്റവും ആവശ്യമുള്ള ആളുകളാണ് ഇവർ. ഒരു ദിവസത്തെ പണിയെങ്കിലും ഇല്ലെങ്കിൽ നമ്മുടെ അവസ്ഥ വളരെ മോശമായിരിക്കും. അപ്പോൾ ഇത്രയും പ്രാധാന്യമുള്ള ഇവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ കടമയാണ്. മാതൃഭൂമിയാണ് ശുചീകരണ തൊഴിലാളികളുടെ ദുരിതം ശ്രദ്ധയിലെത്തിച്ചത്. 350ഓളം തൊഴിലാളികൾക്കായി 25,000 രൂപ ചെലവിട്ടാണ് ദയാപുരം സ്കൂൾ കവചങ്ങൾ എത്തിച്ചത്. മേയർ തോട്ടത്തിൽ രവീന്ദ്രൻ അടക്കമുള്ളവർ പറഞ്ഞു, അനുകരിക്കണം ഈ കുട്ടികളെ. നമ്മളെല്ലാവരും കൂടെ ചേരുമ്പോഴേ നമ്മളെല്ലാം ശരിയാക്കി എടുക്കാൻ വേണ്ടി നമുക്ക് കഴിയുള്ളൂ. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.